ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തു. രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ മുകേഷ് MLA തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങി. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരള ഷോളയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു. CC ബ്രദേഴ്സ് സ്റ്റേഷനറി കടയാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഹൈറോഡ് ഭാഗികമായി അടച്ചു. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ, നടൻ പ്രഭിൻ, നടി ഐശ്വര്യ രാംസായി. ചാമക്കാലയിൽ വ്യാപാരിയെ ബൈക്കിടിച്ച് വീഴ്ത്തി മാല കവരാൻ ശ്രമം. കൂരിക്കുഴി സ്വദേശി ശശിധരന്റെ മാലയാണ് കവരാൻ ശ്രമിച്ചത്. വാർത്തകൾ വിശദമായി. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ തിരുവനന്തപുരം സ്വദേശിനിയായ നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തത്. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറും. പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോഗ്രയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസും അന്വേഷിക്കുക. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജയസൂര്യക്കെതിരെ കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ആദ്യ അനുഭവം പറഞ്ഞ നടിമാർ രംഗത്തെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റായിരുന്ന സമയത്ത് ദുരനുഭവം ഉണ്ടായ കാര്യം നടി വെളിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. നേരത്തെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നു. നടിയുടെ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ മുകേഷ് MLA തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങി. അതേസമയം MLA ബോർഡ് ഒഴിവാക്കിയ കാറിൽ മാധ്യമങ്ങളെ കാണാതെ പോലീസ് സുരക്ഷയിലാണ് മുകേഷ് തിരുവനന്തപുരം വിട്ടത്. രാജിക്കായുള്ള മുറവിളി തുടരുമ്പോഴും പരസ്യ പ്രതികരണങ്ങൾക്ക് ഒന്നും മുതിരാതെ അജ്ഞാതവാസത്തിലായിരുന്നു മുകേഷ്. ഇന്നലെ പ്രതികരിക്കുമെന്ന് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും നിയമോപദേശത്തെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയില്ല. അതേസമയം തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമാണ് ഉള്ളതെന്ന് മുകേഷ് ആരോപിക്കുന്നു. സമാന കേസുകളിൽ പ്രതികളായ 2 കോൺഗ്രസ് MLAമാർ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ലെന്നുമാണ് CPMന്റെ നിലപാട്. എന്നാൽ മുകേഷ് MLAയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. നടിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ ആരോപണ വിധേയനായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിജി ജസ്റ്റിൻ, CB ഗീത, നിമ്മി റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ റഷ്യയിലെത്തിയ യുവാക്കൾ ചതിക്കപ്പെട്ടതായും നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയ 6 പേർ റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നതായും റഷ്യയിൽ കുടുങ്ങിയ അവസ്ഥയിലാണെന്നും പറയുന്നു. കൊടകര കനകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ, കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ, മണലൂർ സ്വദേശി ജെയിൻ, എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ്, കൊല്ലം മേയനൂർ സ്വദേശി CB തോമസ് എന്നിവരാണ് സംഘത്തിലുള്ളത്. ഞങ്ങളിവിടെ പേടിച്ചാണ് നിമിഷം കഴിയുന്നത്. എന്നെ രക്ഷിക്കണേ, പേടിച്ചാണ് ഒരു നിമിഷം കഴിയുന്നത്. എല്ലാവരും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഞങ്ങളെന്നെ രക്ഷിക്കണേ, പേടിച്ചാണ് ഒരു നിമിഷം കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ബഹുമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇത് ബോർഡറാന്ന് തോന്നുന്നു. പുറത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിറച്ച് ബോംബൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മിസൈൽ ആക്രമണം, മിസൈൽ എപ്പോഴും എൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്.
പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ സിബി എന്ന് പറയുന്നുണ്ട്, അവൻ വേറെ സ്ഥലത്താണ്, അവൻ വെടിവെക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, അവനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വഴിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഈ അവസ്ഥയിൽ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കേരള ഷോളയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 2662.90 അടിയായ സാഹചര്യത്തിലാണ് ഘട്ടം ഘട്ടമായി 50 ക്യൂമെക്സ് ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് ഒഴുക്കുന്നത്. ഡാമിന്റെ ഒരു ഷട്ടർ 0.5 അടി തുറന്നാണ് വെള്ളമൊഴുക്കുന്നത്. ചാലക്കുടി പുഴയിൽ പരമാവധി ക്രമാതീതമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാത പാഴിയോട്ടുമുറിയിൽ മരം ഒടിഞ്ഞു വീണ് 2 വാഹനങ്ങൾ തകർന്നു. 2 പേർക്ക് പരിക്കേറ്റു. റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാനിന്റെയും മുകളിലേക്കാണ് റോഡരികിൽ നിന്നിരുന്ന മദിരാശി ഈത്തമരം ഒടിഞ്ഞു വീണത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും പിക്കപ്പ് വാഹനത്തിന്റെ മുൻവശം തകരുകയും ചെയ്തു. ഓട്ടോറിക്ഷ ഡ്രൈവർ പാഴിയോട്ടുമുറി തോന്നല്ലൂർ കാണൂര് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ എരുമപ്പെട്ടി കുട്ടഞ്ചേരി ചെറുകുന്നത്ത് വീട്ടിൽ സിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോന്നല്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുകയായിരുന്നു ഓട്ടോറിക്ഷ. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിന്ന് സിമന്റ് ഇറക്കി എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും കുന്നംകുളം ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചു നീക്കി. എരുമപ്പെട്ടി SI U മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ ആൽമരം കടപുഴകി വീണു. നഗരസഭാ ഓഫീസിന് സമീപം കോട്ടക്കോവിലകത്തിന്റെ മുന്നിലുള്ള പേരാലാണ് നിലം പതിച്ചത്. മരം വീണ് വൈദ്യുതി കമ്പി പൊട്ടിയെങ്കിലും KCB ജീവനക്കാർ ഉടൻ തന്നെ ലൈൻ ഓഫ് ചെയ്തതിനാൽ അപകടം ഒഴിവായി. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ചായക്കടയ്ക്ക് മുകളിലാണ് മരം കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് ചായക്കടയ്ക്ക് കേടുപാട് സംഭവിച്ചു. തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു. CC ബ്രദേഴ്സ് എന്ന സ്റ്റേഷനറി കടയാണ് തകർന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. അപകടാവസ്ഥയെ തുടർന്ന് കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2 ഹോട്ടലുകൾ താൽക്കാലികമായി പോലീസ് അടപ്പിച്ചു. കെട്ടിടം പൂർണ്ണമായും ഏതു സമയത്തും വീഴാൻ സാധ്യതയുള്ളതിനാൽ ഹൈറോഡ് പോലീസ് ഭാഗികമായി അടച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. ഈ മാസം 15-ന് സ്വരാജ് റൗണ്ടിലെ കെട്ടിടത്തിലെ ഗ്ലാസ് വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. നഗരത്തിലെ 144ഓളം കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധം അപകടാവസ്ഥയിലാണ്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കോർപ്പറേഷന്റെ കയ്യിലുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ഇപ്പോഴും പല ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് മേയർ പറഞ്ഞു. തകർന്നു വീണ കെട്ടിടം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മേയർ. വ്യാപാരികളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതെന്ന് മേയർ വ്യക്തമാക്കി. തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് എല്ലതും. ഇതിനകത്ത് 144 ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നതാണ്. അപകടമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. ഇന്നലെ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമുക്കറിയാം അങ്ങേറ്റത്ത് മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു. ശക്തൻ തമ്പുരാൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴക്കി ACP ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിലുണ്ടാക്കി വെച്ചിരിക്കുക. വളരെ ദോഷമായ അന്തരീക്ഷമാണ് തൃശ്ശൂരിന് സംഭവിക്കാൻ പോകുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുകൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മൾ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.
ഇതിൻ്റെ സംഘടനകളോട് കൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം, സംഘടനകൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് വരരുത്. ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല. കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം. ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നീക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റൂ. തകർന്നു വീണ കെട്ടിടം ഉടൻ പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംരക്ഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി. ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായ് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി. മികച്ച ജനപ്രീതിയുള്ള നടനായി സാജൻ സൂര്യ, നടി റെബേക്ക സന്തോഷ്, പ്രതിനായക വേഷത്തിലെ മികച്ച നടനായി ജിഷിൻ മോഹൻ, നടി ആൻ മാത്യു എന്നിവരെയും തിരഞ്ഞെടുത്തു. ഹാസ്യവേഷത്തിലെ മികച്ച നടനായി റിയാസ് നർമ്മകലയും നടിയായി നേഹ ശ്രീകുമാറിനെയും തിരഞ്ഞെടുത്തു. സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ, നടി ചിലങ്ക, മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര, മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ, മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ്, മികച്ച സീരിയൽ സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ, ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയായി ബിഗ് ബോസ് വിജയി ജിൻഡോയെയും മികച്ച ജനപ്രീതിയുള്ള നടിയായി അമലയെയും തിരഞ്ഞെടുത്തു. അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5-ന് വൈകിട്ട് 5 മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും. സിനിമ, സീരിയൽ, സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. കലൂർ IMA ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ PS സിബി, കേരള വിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, M ശിവപ്രസാദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. KCCL MD സുരേഷ് കുമാർ, COA സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി കുമാർ, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കോളിക്കര, സുധീഷ് പട്ടണം, സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം. നമ്പ്രാട്ടിച്ചിറയിൽ ഫ്രണ്ട്സ് ഫേബ്രിക്സ് നടത്തുന്ന കൂരിക്കുഴി കണക്കാട്ട് വീട്ടിൽ ശശിധരന്റെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രി കട പൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല തെയ്യംപറമ്പിന് സമീപത്ത് വെച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ 2 പേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു. ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാപിനിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. കട അടച്ച് ഇന്നലെ 1:30 മണിക്ക് ശേഷം പോന്നപ്പോൾ ഈ വീടിൻ്റെ അടുത്തുള്ളത് ഈ റൂട്ടിൽ വന്നപ്പോൾ ഒരു വണ്ടി ഇടിച്ച് അതിൽ ബാക്കിലിരിക്കുന്ന ആൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വീണ് ഞാൻ. പിന്നെ എനിക്ക് ബോധം പോയില്ല, പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഈ ഇടിച്ച ആളുകൾ എവിടേക്കെന്ന് പോയെന്ന് അവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റൂട്ടിലേക്കാണ് അവർ പോയത്, നേരിട്ട് പോയിട്ടില്ല. അതായിരിക്കും ഷർട്ടിൻ്റെ കോളറിന് ബാക്കിലിരിക്കുന്ന ആൾ പിടിച്ചിട്ടുണ്ട്. പാവറട്ടി ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിഹീനമായി തുടരുന്നു. പഞ്ചായത്ത് അധികാരികൾ ബസ് സ്റ്റാൻഡിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധം വ്യാപകം. ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നിറഞ്ഞും പുകവലിക്കാരുടെയും തെരുവുനായ്ക്കളുടെയും വിഹാരകേന്ദ്രമായും ബസ് സ്റ്റാൻഡ് മാറി. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലാണ് തെരുവുനായ്ക്കൾ പ്രസവിച്ചു കിടക്കുന്നത്. ആളുകൾക്ക്
ബസ് കാത്ത് നിൽക്കുവാനോ ഇരിക്കുവാനോ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവിടം. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനും വൃത്തിഹീനമാണ്. തൊട്ടു മുൻപിലാണ് പഞ്ചായത്ത് ഓഫീസെങ്കിലും പഞ്ചായത്തിൻ്റെ കാര്യമായ ശ്രദ്ധ ഇവിടേക്കില്ല. ആരോഗ്യവകുപ്പും പോലീസും പൊതുസ്ഥലത്തെ പുകവലിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. കാത്തിരിപ്പ് കേന്ദ്രത്തോടനുബന്ധിച്ച് പോലീസ് സൈഡ് പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിനെ നിയോഗിക്കാത്തതുമൂലം ഗ്രാമപഞ്ചായത്ത് തന്നെ ഇത് അടച്ചുപൂട്ടുകയായിരുന്നു. ട്രാഫിക് ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസ് ഇടയ്ക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി പരിശോധന നടത്താറുണ്ടായിരുന്നെങ്കിലും ഏറെക്കാലമായി ഈ സേവനവും നിലച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൃത്തിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. അതിരപ്പിള്ളിയിൽ വെറ്റിലപ്പാറയിൽ കൃഷിയിടത്തിൽ കാട്ടാനകളുടെ ആക്രമണം. നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലർച്ചെ ചിക്ലായിയിൽ ഞാർലക്കാട് ജോസഫിന്റെ വീട്ടുപറമ്പിലെ 60ഓളം കുല വന്ന നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. 30ഓളം തെങ്ങിൻ തൈകളും ഒടിച്ചിട്ടു. വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് ഗാർഡ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു. അകമലയിലെ കാട്ടിലെ ഗേറ്റ് പ്രദേശത്താണ് മണ്ണ് പരിശോധന തുടങ്ങിയത്. GAD തയ്യാറാക്കി റെയിൽവേയിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിനായി കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരയിൽ കോർപ്പറേഷൻ 75 ദിവസത്തിനകം GAD തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേക്ക് സമർപ്പിക്കുമെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു. എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ തടസ്സങ്ങൾ നീക്കി വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായാണ് GAD തയ്യാറാക്കുന്നതിന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയതെന്ന് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി TCVയോട് പറഞ്ഞു. എറണാകുളം മുതൽ ഷൊർണൂർ വരെ 4 വരി പാത റെയിൽവേ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു പരിശോധനയ്ക്ക് എത്താതിരുന്നത്. നിരന്തരമായി ഗവൺമെന്റിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററും ഇതുമെല്ലാം ചേർന്ന് PWD സെക്രട്ടറി തലത്തിൽ തന്നെ ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന അധികാരികളെ, പ്രത്യേകിച്ച് RMO ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഈ കാര്യം സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തി 2 റെയിൽപാളവും സമാന്തരമായി സഞ്ചരിക്കുന്ന ഈ ഭാഗം മേൽപ്പാലത്തിനു വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് നിർദ്ദേശിച്ചത്. നിലവിലുള്ള റെയിൽവേ ട്രാക്കിൽ നിന്ന് 30 മീറ്റർ മാറി 24 മീറ്റർ വീതിയിൽ 6 വരി ബൈപ്പാസ് റോഡാണ് ഉദ്ദേശിക്കുന്നത്. ബൈപ്പാസിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ ഒരു പാലം കൂടി നിർമ്മിക്കും. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്യോഗസ്ഥരായ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത, കേരയിൽ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, നഗരസഭാ കൌൺസിലർ AD അജി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ 64 വയസ്സുള്ള ശാലിനിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ പൊക്കുളങ്ങരയിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ലോറി ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ കോസ്റ്റ് ഫോർഡ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി D മോഹനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് EK കൃഷ്ണൻ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറി M രാമദാസ്, അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റി അംഗം ജോസ് ആറ്റുപുറം, ജില്ലാ ട്രഷറർ MG വേണുഗോപാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് CITU യൂണിയൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ, ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TB സുബൈർ, ജില്ലാ ജനറൽ സെക്രട്ടറി TB ദയാനന്ദൻ, ട്രഷറർ TR രജിത് തുടങ്ങിയവർ സംസാരിച്ചു.
ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സ്പോർട്സ് കൌൺസിൽ തൃശൂർ VKN മേനോർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാസ്റ്റേഴ്സ് വോളിബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ ഇഗ്നി മാത്യു, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി S രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ഇന്ത്യൻ താരങ്ങളായ KI യൂസഫ്, ഷാജു CK, ജിതേഷ് എന്നിവരുടെ ടീമുകൾ മാറ്റുരച്ചു. ഉടുക്കുവാദി ശാസ്താംപാട്ട് കലാകാര സംഘം വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി പ്രഥമ വാർഷികാഘോഷം സെപ്റ്റംബർ 1 വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 ശാസ്താംപാട്ട് മാമാങ്കം നടക്കും. തുടർന്ന് നടക്കുന്ന സമാദരണ ചടങ്ങ് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ മച്ചാട് സുബ്രഹ്മണ്യൻ, VK ശിവരാമൻ, മച്ചാട് തങ്കരാജ്, രഞ്ജിത്ത് അഗമല എന്നിവർ പങ്കെടുത്തു. കൈറ്റിന്റെ ആപ്പിന് ബദലായി വോട്ടിംഗ് ആപ്പും എനി ടൈം ഷോപ്പിംഗ് സംവിധാനവും വികസിപ്പിച്ചെടുത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി ആമീർ റസ. മാള പള്ളിപ്പുറം പുത്തൻകാട്ടിൽ റിയാസിന്റെയും സജിന സമദിന്റെയും മകനായ ആമീർ റസ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വോട്ടിംഗ് ആപ്പ് വികസിപ്പിച്ചെടുക്കാൻ പ്രചോദനമായത്. തെരഞ്ഞെടുപ്പിൽ കൈറ്റ് ആപ്പ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിൽ എങ്ങനെയോ കൈത്തട്ടി കണക്ഷൻ പോയി ലാപ്ടോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ഇതോടെ അതുവരെ ചെയ്ത വോട്ടുകൾ സംരക്ഷിക്കപ്പെടാതെ പോയതിനാൽ ആമീർ റസ ഉൾപ്പെടെയുള്ള എല്ലാവരും വീണ്ടും വോട്ട് രേഖപ്പെടുത്തേണ്ടതായും വന്നു. ഇത്തവണയും അതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് അധ്യാപകർ നൽകിയത്. അപ്പോഴാണ് ആമീർ റസ മികച്ച വോട്ടിംഗ് ആപ്പിനെക്കുറിച്ച് ചിന്തിച്ചത്. തുടർന്ന് ഒരാഴ്ചയോളം പരീക്ഷിച്ചാണ് പുതിയ ആപ്പിലേക്ക് എത്തിയത്. ഈ വോട്ടിംഗ് ആപ്പിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കൂടുതൽ മൊബൈൽ ഫോണുകൾ വയർലെസ്സായി ബന്ധിപ്പിക്കാം. ഓരോ ബൂത്തിലും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന വോട്ട് ഒരൊറ്റ യൂണിറ്റിലേക്ക് എത്തുന്നു. ഓരോ വോട്ടും സംരക്ഷിക്കപ്പെടുന്നതിനാൽ കമ്പ്യൂട്ടർ ഓഫായാലും തടസ്സമാകില്ല. ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ കാണുന്ന IP അഡ്രസ് ഉപയോഗിച്ച് ഫോണും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യാം. ഒരു കമ്പ്യൂട്ടറിൽ ഒരേ സമയം എത്ര ഫോണുകൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നേരം എത്ര ബൂത്തുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരാൾ ആദ്യം വോട്ട് ചെയ്തതിന് ശേഷം ഈ കമ്പ്യൂട്ടറിൽ നെക്സ്റ്റ് വോട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്ക് വോട്ട് ചെയ്യാനും സാധിക്കൂ. പിന്നെ എൻഡ് വോട്ടിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ അതിലുള്ള റിസൾട്ടുകളും ഒരാൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓരോ വോട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വോട്ട് ചെയ്ത ഡാറ്റ അപ്പോൾ തന്നെ സേവ് ആകും. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ അറിയാതെ ക്ലോസ് ആയി പോയാലും നമുക്ക് അവിടെ വെച്ച് തന്നെ ആ വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാം. സമയം കളയാതെ ഷോപ്പിംഗ് നടത്താവുന്ന എനി ടൈം ഷോപ്പിംഗ് സംവിധാനം കഴിഞ്ഞ ദിവസം കൈറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരുന്നു. വ്യാപാര സ്ഥാപനത്തിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കുവാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വ്യാപാര സ്ഥാപനത്തിൽ ഒരുക്കുന്ന സംഭരണിയിൽ വിൽക്കാനുള്ള സാധനങ്ങൾ ശേഖരിച്ച് അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തണം. ഇതിന്റെ QR കോഡ് അടിസ്ഥാനത്തിലുള്ള സൗകര്യം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ബന്ധം സജ്ജമായാൽ വ്യാപാര സ്ഥാപനത്തിലെ സ്റ്റോക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കും. സാധനങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യാനും ബില്ലടയ്ക്കാനും കഴിയും. പിന്നീട് കടയിൽ എത്തി QR കോഡ് സ്കാൻ ചെയ്താൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ പുറത്തേക്ക് വരും. സമയം കളയാതെ വേഗത്തിൽ ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനം കൈറ്റിൽ അവതരിപ്പിച്ച് ആമീർ റസ കൈറ്റ് പ്രദർശനത്തിൽ കയ്യടി നേടി. TCV മാള. പുതുക്കാട് ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. വടക്കേത്തുറവ് എടശ്ശേരി വീട്ടിൽ വേലായുധന്റെ മകൻ 48 വയസ്സുള്ള സുനിൽ കുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ അധികൃതരും പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ശിവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി PS മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മൈസൂർ സ്വദേശി ഗോപാൽ S പണ്ഡിറ്റാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ CR ലജുമോൾ, അസിസ്റ്റന്റ് മാനേജർ E സുന്ദരരാജ്, പാരമ്പര്യാവകാശികളായ മാതേമ്പാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാർ, കിഴക്കേ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
5 HP-യിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന അച്ചടി സ്ഥാപനങ്ങളെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഘടനയുടെ 39ാമത് തൃശൂർ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ഞായറാഴ്ച തൃശൂർ അമ്പിളിക്കല ഹോട്ടലിൽ നടത്തും. ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഹസൈനാരും കുടുംബസംഗമം സിനിമാ നടൻ നന്ദകിഷോറും ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരിതബാധിതർക്കായി സ്വരൂപിച്ച തുക ചടങ്ങിൽ കൈമാറും. ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം, സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി, ജില്ലാ സെക്രട്ടറി P. ബിജു, ജില്ലാ രക്ഷാധികാരി PC സിദ്ധൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KS ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ട നടപടിക്കെതിരെയും താമസക്കാർക്കും കൃഷിക്കാർക്കും സ്ഥാപനങ്ങൾക്കുമുണ്ടായ നഷ്ടം സർക്കാർ അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ഏകദിന സത്യാഗ്രഹ സമരം നടത്തി. റവന്യൂ മന്ത്രി K. രാജന്റെ മണ്ണുത്തിയിലെ ഓഫീസിന് സമീപം നടത്തിയ ഏകദിന സത്യാഗ്രഹ സമരം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ്, ഷാജി J. കോടങ്കണ്ടത്ത്, ലീലാമ തോമസ്, MU മുത്തു, KP ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ മന്ത്രി കുറ്റക്കാരനാണ് എന്ന് സ്വന്തം തൊട്ട് താഴെയുള്ള കളക്ടർ പറയുന്നു. കൊടകര പോലീസ് സ്റ്റേഷന് സമീപം സർവീസ് റോഡരികിൽ കാന നിർമ്മാണം പൂർത്തീകരിക്കാത്തത് അപകട ഭീഷണിയാകുന്നു. ഏതാനും മീറ്ററുകൾ മാത്രമാണ് കാന നിർമ്മിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. റോഡിന് ചേർന്ന കാന നിർമ്മിക്കാനായി കുഴിച്ച ഭാഗത്ത് പാഴ്ചെടികൾ വളർന്ന് മൂടിക്കിടക്കുന്നതാണ് അപകടക്കെണിയാകുന്നത്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴിയിലേക്ക് വീഴാതിരിക്കാൻ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കവിതാ കൃഷ്ണ അധ്യക്ഷയായി. സാക്സാഫോൺ കലാകാരൻ PN കിഷോർ കുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് നെയ്സൺ പൌലോസ്, MPTA പ്രസിഡന്റ് KT ജീതി, PTA വൈസ് പ്രസിഡന്റ് TV രതീഷ്, പ്രധാനാധ്യാപിക TS സുനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസവിച്ചു വീണ കുഞ്ഞിന് പോലും അത്യാവശ്യം താളമുള്ള മക്കളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. വയനാടിന്റെ കുഞ്ഞുമക്കൾക്ക് കളിപ്പാട്ടം വാങ്ങി നൽകാനായി വിവേകോദയം സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാലക്കാട് കോങ്ങാട് സ്വദേശി നിരഞ്ജന്റെ ധനസഹായം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് നിരഞ്ജൻ തുക കൈമാറി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ് സന്തോഷിന്റെയും നിമ്മിയുടെയും മകനാണ് നിരഞ്ജൻ. എടക്കുന്നി ആരുകുളങ്ങര ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ 8-ന് പൂക്കള മത്സരത്തോടെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17-ന് ആരുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് വാദ്യമേളത്തോടെ കുമ്മാട്ടി ആരംഭിച്ച് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ സമാപിക്കും. എടക്കുന്നി കുമ്മാട്ടി നടത്തിപ്പിലൂടെ ലഭിക്കുന്ന തുക വയനാട് ദുരന്ത ബാധിതർക്ക് നൽകും. വാർത്താ സമ്മേളനത്തിൽ ആരുകുളങ്ങര ബാലസമാജം ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിജു തെക്കേടത്ത്, സെക്രട്ടറി ദിലീപ് പുളിക്കപ്പറമ്പിൽ, വള്ളൂർ കൃഷ്ണപ്രസാദ്, മങ്ങാട്ട് ഹരിപ്രസാദ് എന്നിവർ പങ്കെടുത്തു. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ബാല പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, പഴയന്നൂർ BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ K പ്രമോദ്, PTA പ്രസിഡന്റ് AK സെയ്ദലവി തുടങ്ങിയവർ സംസാരിച്ചു. K. രാധാകൃഷ്ണൻ MPക്ക് പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഭിച്ച പഠനോപകരണങ്ങൾ പുലാക്കോട് AUP സ്കൂളിന് നൽകി. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും MP നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷലീല അധ്യക്ഷനായിരുന്നു. പുലാക്കോട് LP സ്കൂൾ HM O. സുജാത, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശൻ, ജില്ലാ താലൂക്ക് ലൈബ്രറി അംഗം TV മോഹൻദാസ്, വായനശാല പ്രസിഡന്റ് മുരളി P, ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു.
ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മായ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MB മനോജ് കുമാർ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ N സുനിത, SMC ചെയർമാൻ രാജൻ, MPTA പ്രസിഡന്റ് സുമ അയ്യപ്പൻ, PTA വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ പതാക ഉയർത്തൽ, കായിക താരങ്ങളുടെ പ്രതിജ്ഞ എന്നിവ നടന്നു. നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക സമീന തോമസ്, PTA പ്രസിഡന്റ് MK അശോകൻ എന്നിവർ സംസാരിച്ചു. ചേലക്കര കാളിയാറോഡ് തെക്കേക്കുന്ന് പ്രദേശത്ത് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. വനഭൂമി പട്ടയം ലഭിച്ചതും ലഭിക്കാനുമുള്ളതുമായ സ്ഥലത്ത് നിൽക്കുന്ന ഉണങ്ങിയതും ദ്രവിച്ചതുമായ വൻമരങ്ങൾ ഏത് സമയത്തും കടപുഴകിയോ ഒടിഞ്ഞോ വീഴുമെന്നുള്ള ഭീതിയിലാണ് പ്രദേശവാസികൾ. ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ, മണ്ഡലം കമ്മിറ്റി അംഗം സലീം T മിത്തു, KA മുഹമ്മദ് അലി, സുബൈർ PM, മൊയ്തീൻകുട്ടി, PM മൊയ്തു, PS എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭ നവീകരിച്ച ഹാൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, LC പോൾ, ON ജയദേവൻ, കൌൺസിലർമാരായ TS സജീവൻ, CS സുമേഷ്, ഹെഡ് മിസ്ട്രസ് ഷൈനി ആന്റോ എന്നിവർ സംസാരിച്ചു. പെൺപള്ളിക്കൂടത്തിന്റെ ഹാൾ നിർമ്മിച്ചതിന്റെ ഉദ്ഘാടന കർമ്മമാണ്. വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഈ സ്കൂളിനെ ഏതൊരാവശ്യം കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സിനിമാ നാടക നടൻ പ്രഭാകരൻ കോടാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PS ഉഷ, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ക്ഷേമ സമിതി പ്രസിഡന്റ് സഞ്ജു സുബി, മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമി CBSE സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു. പേരാമ്പ്ര പള്ളി വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ, സിസ്റ്റർ റെജീന, സിസ്റ്റർ കൃപ എന്നിവർ സംസാരിച്ചു. എളവള്ളി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ K സജീന്ദ്ര മോഹൻ, സീനിയർ അധ്യാപിക പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ MK സൈമൺ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ, ഹിൻസ ജോസ്, റോഷൻ K വർഗീസ്, ജോസഫ് KP, സൈന ബാബു തുടങ്ങിയവർ കൃഷിക്ക് നേതൃത്വം നൽകി. ചാഴൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ കുടുംബശ്രീ JLGയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. SN റോഡ് പരിസരത്ത് പൂക്കാട്ട് ഡോളി സോമന്റെ സ്ഥലത്താണ് JLG ഗ്രൂപ്പായ ആശീർവാദ് കുടുംബശ്രീയിലെ ഐശ്വര്യ ഗ്രൂപ്പ്, ഉദയം കുടുംബശ്രീയിലെ JLG സമൃദ്ധി ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂകൃഷിയിൽ വിജയം കൈവരിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ദീപ വസന്തൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ അമൃതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, വാർഡംഗങ്ങളായ ശ്രീരാഗ്, രമ്യ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി. കയ്പമംഗലം പടിഞ്ഞാറ് കണിക്കൊന്ന നഗറിലാണ് വാഴപ്പിണ്ടി കുലച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ അലങ്കാരമൊരുക്കാൻ കണിക്കൊന്ന ക്ലബ്ബ് പ്രവർത്തകർ റോഡരികിൽ വെട്ടിവച്ച വാഴപ്പിണ്ടിയാണിത്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6705, പവന് 53640. വെള്ളി ഗ്രാമിന് 93, പ്ലാറ്റിനം ഗ്രാമിന് 3197 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമത്തിന് പോലീസ് കേസെടുത്തു. രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിനിടെ മുകേഷ് MLA തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങി. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്തു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരള ഷോളയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു. CC ബ്രദേഴ്സ് സ്റ്റേഷനറി കടയാണ് തകർത്തത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഹൈറോഡ് ഭാഗികമായി അടച്ചു. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ, നടൻ പ്രഭിൻ, നടി ഐശ്വര്യ രാംസായി. ചാമക്കാലയിൽ വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം. കൂരിക്കുഴി സ്വദേശി ശശിധരന്റെ മാലയാണ് കവരാൻ ശ്രമിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.